നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലം റോട്ടറി ക്ലബ് ഹെറിറ്റേജ് ഗവേണേഴ്സ് മെമ്പർമാർ ആൽഫ പാലിയേറ്റീവ് കെയർ കൊല്ലം സെന്റർ സന്ദർശിച്ചു. യോഗത്തിൽ സെന്റർ സെക്രട്ടറി ബിന്ദു സാജൻ ആൽഫയുടെ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിനെക്കുറിച്ചും സംസാരിച്ചു. പ്രസിഡന്റ് ഡോക്ടർ അനിരുദ്ധൻ, സെക്രട്ടറി സതീശൻ, മുൻ പ്രസിഡന്റ് സലീം നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആൽഫയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാമെന്നും പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിൽ സഹകരണവും ക്ലബ് അംഗങ്ങൾ വാഗ്ദാനം ചെയ്താണ് മടങ്ങിയത്. ആൽഫ പാലിയേറ്റീവ് കെയർ എടമുട്ടം ഹോസ്പിസിൽ ആഴ്ചകൾ തോറുമുള്ള നഴ്സുമാർക്കുള്ള പരിശീലന പരിപാടി ഇന്ന് നടന്നു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു ക്ലാസുകൾ നയിച്ചു. ആൽഫയുടെ വിവിധ സെന്ററുകളിൽ നിന്നുള്ള 13 നഴ്സുമാരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആൽഫ മൂവാറ്റുപുഴ സെന്ററിൽ പ്രവർത്തക യോഗം നാളെ നടക്കും. ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് നടക്കുന്ന യോഗത്തിൽ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ട്രഷറർ വിനയകുമാർ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിക്കും. ആൽഫ വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ഹോം കെയറും പാലിയേറ്റീവ് ഫിസിയോതെറാപ്പിയും ഉൾപ്പെടെ സൗകര്യങ്ങളോടെ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള തീയതിയും മറ്റു വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.